ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായിട്ടും നിയമലംഘനങ്ങളുടെ ഒരു വകുപ്പായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസ്, ആ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നു. ആ കേസിൽ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഷുഹൈബിൻ്റെ കുടുംബം, ഉപ്പയും അമ്മയും, അവർ ഗവൺമെൻറ്റിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും ഈ കുടുംബം വഹിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും നേരത്തെ പറഞ്ഞ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം അദ്ദേഹത്തിനും കത്ത് കൊടുത്തു. ആ കത്തിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനമെടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ നിയമവാഴ്ചയാണ് രാജ്യത്ത് ആവശ്യം. കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ കേരള ഗവൺമെൻറ്റിനെ സമീപിക്കുകയാണ്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ കത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ കവറിംഗ് ലെറ്ററോടുകൂടി കൊടുക്കുന്നു നിയമസഭാ സമ്മേളനത്തിനിടയിൽ. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുള്ള കത്ത് MLA എന്ന നിലയിൽ, ഞാനന്ന് KPC പ്രസിഡന്റ് ആയിട്ടില്ല, MLA എന്ന നിലയിൽ എൻ്റെ കവറിംഗ് ലെറ്ററോടെ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നു. നടപടി എടുക്കുന്നില്ല. നിയമാനുസരണം ഒരു കത്ത് കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല. ഒന്നുകിൽ റിജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അനുവദിക്കണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ. അപ്പോൾ ഷുഹൈബിൻ്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു. ഹൈക്കോടതി പെറ്റീഷനിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് കേരള ഹൈക്കോടതി ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുന്നു. ഷുഹൈബിൻ്റെ കുടുംബാംഗങ്ങൾ പ്രത്യേക പ്രോസിക്യൂട്ടറെ വെക്കണം എന്ന കാര്യത്തിൽ ആവശ്യം അംഗീകരിച്ചോ, തള്ളിയോ? ഒരു തീരുമാനം എന്താണ്? ഉചിതമായ തീരുമാനം എടുക്കാൻ ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തുന്നു. 6 ആഴ്ചയ്ക്കുള്ളിൽ. 6 ആഴ്ച കഴിഞ്ഞു. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കുടുംബാംഗങ്ങൾ കത്ത് കൊടുത്തു. എന്നിട്ട് നടപടിയില്ല. അപ്പോൾ ആരെ സഹായിക്കാനാണ് ഗവൺമെൻറ്? ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അതാ. സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് വാദിഭാഗത്ത് നിൽക്കേണ്ടതാണ്. അവിടെയും ഇവിടെയും പ്രതിയുടെ ഭാഗത്ത് കേരള ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി നിൽക്കുന്നു. അതാണ് പ്രകടമായിട്ടുള്ളത്. അത് നിയമപരമായ വീഴ്ചയാണ്, ധാർമ്മികമായ പരാജയമാണ്, അനീതിയാണ്. ആ കാര്യങ്ങളിലൊക്കെ നടപ്പിലാക്കുന്നത്.